ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ എങ്ങോട്ടാണ് ഈ പോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഹയക്കുട്ടീനെ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട കേട്ടോ. അവളുടെ പോളിയോ കാർഡ് 5 വയസ്സ് കഴിഞ്ഞു അവർക്ക് രണ്ടുപേർക്കും, ഹയക്കും നിബക്കും. നിബപ്പം കൂടെ അല്ല, ഞങ്ങൾ സെപ്പറേറ്റ് ആയതുകൊണ്ട് അവർ എന്നാലും ഹോസ്പിറ്റലിൽ എത്തും കേട്ടോ. അങ്ങനത്തെ പോളിയോ വെക്കാൻ പറഞ്ഞിട്ട് പോവുകയാണ്. ഇരിപ്പൊരു വെയിലായിരുന്നു. വെയിൽ സഹിക്കാൻ വയ്യ, കാരണം നടക്കേണ്ട ദൂരേ ഉള്ളൂ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക്. പക്ഷേ ഏകദേശം ഒരു 2 കിലോമീറ്റർ നടന്ന മീനി തോന്നിയിട്ടോ, വെയിലുള്ളതുകൊണ്ട്. അങ്ങനെ അവളുടെ കയ്യും പിടിച്ച് ഞാൻ നടന്നു കേട്ടോ, കാരണം ഓട്ടോ ലീഡിങ്ങിൽ ഒരൊറ്റ ഓട്ടോ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ അവിടെ പോയി പേരൊക്കെ രജിസ്റ്റർ ചെയ്തു, എല്ലാം അവർ മാർക്ക് ചെയ്തിട്ടു. അതിനുശേഷം അവൾക്ക് മരുന്ന് കൊടുത്തു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞങ്ങളിതാ പോളിയോ വെക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ കുറേ കുട്ടികൾക്ക് അവിടെ പോളിയോ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹൈമോൾക്ക് പേടിയൊന്നുമില്ല കേട്ടോ. ഓൾറെഡി അവൾക്ക് കുറേ ഇഞ്ചക്ഷനും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അവൾക്ക് ഒട്ടും പേടിയില്ല. അങ്ങനെ അവിടെ നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടുള്ള എക്സ്പ്രഷനാണ് കേട്ടോ ഹൈമോൾക്കും നിബമോൾക്കും. അവർ രണ്ടാളും ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ആ വോളിയം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അവർ രണ്ടാളും കാര്യമായിട്ട് ആ കുട്ടി കരയനെ നോക്കിയിട്ട് നിന്നു കേട്ടോ. അതിന് ശേഷം പിന്നെ ഹയമോൾക്ക് ഇഞ്ചക്ഷൻ വെച്ചു കേട്ടോ. മടിയിലിരുത്തണം എന്നൊക്കെ സിസ്റ്റർ ചോദിച്ചെങ്കിലും അവൾക്ക് പേടിയൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നിബക്കുട്ടിക്ക് വെച്ചത്. ആ സമയം കൊണ്ട് നെസ എൻ്റെ മടിയിലായിരുന്നു. മാക്സിമം അവളിനെ എത്ര മുത്തം കൊടുത്ത് വെറുപ്പിക്കാൻ പറ്റുമോ അതൊക്കെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടിരുന്നു കേട്ടോ. പിന്നെ ഹയക്കുട്ടിയും നിബക്കുട്ടിയും പുറത്തിറങ്ങി ഈ ഒരു തെറ്റിലിരുന്നു കേട്ടോ. ഞാനും കൂടെ. ഭയങ്കര വെയിലായിരുന്നു. പിന്നെ ഒന്ന് പോയി വീട്ടിലെത്തി കിട്ടിയാൽ മതി തോന്നിയിട്ടോ. അങ്ങനെ നിബക്കുട്ടിയെ അവളുടെ ഉമ്മാരുടെ അടുത്ത് കാക്കി കൊടുത്ത് ഞങ്ങൾ ഓട്ടോ കയറി വന്നു. അപ്പോൾ വരുന്ന വഴിയിൽ ഇഞ്ചക്ഷൻ വെച്ചതല്ലേ, എനിക്കൊരു ജ്യൂസ് മേടിച്ചാൽ പറഞ്ഞിട്ട് ഈ സ്പ്രൈറ്റ് മേടിച്ചു. സ്പ്രൈറ്റ് മാത്രം പോരാ, 2 കേക്കും വേണം പറഞ്ഞിട്ട് 2 കേക്ക് തുണ്ടും മേടിച്ചു കേട്ടോ. എന്നിട്ട് അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലായതുകൊണ്ട് എനിക്കും ആ ക്ഷീണം അങ്ങനെ ബാധിച്ചു. മുഖത്ത് നല്ല ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കുറച്ച് സ്പ്രൈറ്റൊക്കെ കുടിച്ചു. കണ്ടില്ലേ, മുഖം കണ്ടില്ലേ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ച് റൂമിൽ കിടക്കാൻ പോയിട്ടോ. കിടക്കാൻ പോയതിന് ശേഷമാണ് പിന്നെ ഹയമോൾക്ക് കൈ ഒരേ വേദന തുടങ്ങി. ആൾ കരച്ചിലൊക്കെ തുടങ്ങി, ആളുടെ സ്വഭാവം മാറാൻ തുടങ്ങിയിട്ടോ. പിന്നെ കൈ ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞ് ഞാൻ കുറേ ഇങ്ങനെ തടവിയൊക്കെ കൊടുത്തു. നമുക്ക് അമർത്തി ഒഴിയാൻ പറ്റില്ലല്ലോ. പോളിയോ വെച്ച് കഴിഞ്ഞാൽ അമർത്തി ഒഴിഞ്ഞിക്കഴിഞ്ഞാൽ അത് നല്ല കട്ടി വെക്കും. ജസ്റ്റ് ഒന്നിങ്ങനെ തടവിയൊക്കെ കൊടുത്തു. പിന്നെ ആളൊരേ കൊഞ്ചലായി, വേദനിക്കണോമാ എന്നൊക്കെ. ഇത് ശരിക്കും നമുക്കൊരു പ്രയാസം പിടിച്ച സംഭവമാണ് പോളിയോ. വെറുതെ ഇരിക്കുന്ന കുട്ടികളെ പോയി ഇഞ്ചക്ഷൻ വെച്ച് വയ്യാണ്ടാക്കി കൊണ്ടുവരും. അത് വെച്ചിട്ടില്ലെങ്കിലും പ്രശ്നം, വെച്ചാലും പ്രശ്നം വിചാരിക്കും ഞാൻ എപ്പോഴും. ഭയങ്കര മനസ്സിനൊരു ഇടങ്ങേറുള്ള സംഭവമാണ്. എല്ലാ പാരൻസിനും അങ്ങനെ തന്നെ ആയിരിക്കുന്ന അറിയാം. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ചക്ക വേണം പറഞ്ഞുകൊണ്ട് എന്നെയും കൊണ്ട് ചക്ക മുറിപ്പിക്കുകയാണ് കേട്ടോ. ചക്ക നന്നായി പഴുത്ത ഒരു സൈഡ് കേട് വരാൻ തുടങ്ങി. ചക്ക മുറിക്കാൻ എനിക്കറിയില്ല. ചക്ക മുറിക്കൽ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. ഞാൻ ചക്ക മുറിക്കാം എന്ന് പറഞ്ഞ് ചക്ക എൻ്റെ മാക്സിമം ബലം എടുത്ത് മുറിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ ചോദിച്ചും കൊണ്ടിരിക്കുക, എനിക്കൊരു പീസ് താ അമ്മ പറഞ്ഞിട്ട് സ്വൈരം കെടുത്തിട്ട് നിൽക്കണുണ്ട് കേട്ടോ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. വീട്ടിലാകുമ്പോൾ ഉമ്മയും താത്തയും മുറിക്കുക, ഇവിടെ ആകുമ്പോൾ ഇവിടുത്തെ അമ്മയാണ് മുറിക്കുക കേട്ടോ. ഇതാദ്യമായിട്ടാണ് ഞാനിങ്ങനെ ചക്ക മുറിച്ച് ചുള പറിച്ച് വെക്കുന്നത്. കഴിക്കാൻ ടേസ്റ്റാണ്, എന്നാൽ ഒരുപാട് പണിയുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. എന്നിട്ടെല്ലാം ക്ഷമപൂർവ്വം ഞാൻ പറിച്ചെടുത്തു. ഭയങ്കര ചൂടും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.